ഹായ് എവരിവൺ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലൊരു കേരള സൂപ്പർ ലീഗിൻ്റെ ഫസ്റ്റ് സെമി ഇന്നലെ കഴിഞ്ഞു. കണ്ണൂർ വാരിയേഴ്സ് വേഴ്സസ് മലപ്പുറം കാലിക്കറ്റ് FC. അതിൽ കണ്ണൂർ വാരിയേഴ്സ് 1-0 ജയിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു കൺഗ്രാജുലേറ്റ് ദി കണ്ണൂർ വാരിയേഴ്സ് മെമ്പേഴ്സ് ആൻഡ് ഓൾ ദി ടീം ഒഫീഷ്യൽസ് വിൻ ചെയ്തതിന്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേരള സൂപ്പർ ലീഗിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 10 മാച്ചസ് എല്ലാ ടീമുകളും കളിച്ച് ഇതിൽ 7 വിന്നോട് കൂടിയിട്ട് 7 മാച്ചസ് വിൻ ചെയ്ത് കൂടിയിട്ട് 23 പോയിൻ്റ് ആയിട്ട് കാലിക്കറ്റ് FC ആയിരുന്നു ഫസ്റ്റ് പോയിന്റ് ടേബിൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ടീം ഇന്നലെ ഒറ്റ സെമിയുടെ കളി കൊണ്ട് ടൂർണമെൻറ്റ് ഇതിൽ നിന്ന് പുറത്തായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊരു ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്? അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്ര നാൾ ഇതാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയായി, വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ ഇത്. അപ്പോൾ ഇവർക്കൊരു ബെറ്റർ ജസ്റ്റിസ് എന്നുള്ള രീതി അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് KSL കേരള സൂപ്പർ ലീഗിന് അടുത്ത വർഷം സീസൺ തൊട്ടിട്ട് എന്തുകൊണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് പോലെ സെമീസൊക്കെ ഫസ്റ്റ് ലെഗ് ആൻഡ് സെക്കൻഡ് ലെഗ് എന്നുള്ള രീതിയിൽ വെച്ചുകൂടാ? അല്ലെങ്കിൽ IPL എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലിമിനേറ്റർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സെക്കൻഡ് കളിച്ചാൽ അവർ തോറ്റരും. അപ്പോൾ അവർക്ക് എന്താവും, ഈ പോയിന്റ് ടേബിൾ വന്ന ആൾക്കാർക്ക് എന്താവും ഒരു ഓപ്ഷൻ കൂടിയും കിട്ടുകയാണ്. അവർക്കൊരു തോറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ടോപ്പിലാണ്, ഞങ്ങൾക്കൊരു ചാൻസ് കൂടിയും കിട്ടുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിലൊരു ജസ്റ്റിസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഇന്നലെ ഈ ഒരു കണ്ണൂർ ഇത് തോറ്റപ്പോൾ കാലിക്കറ്റ് തോറ്റപ്പോൾ വളരെയധികം വിഷമമായി. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഞാൻ കാലിക്കറ്റിൻ്റെ ഫാനും കാരണമൊന്നുമല്ല, ഞാൻ തൃശ്ശൂരുകാരനാണ്, ഞാൻ ഫുട്ബോൾ കോച്ചാണ്. സോ ഫുട്ബോൾ വെൽവിഷർ എന്നുള്ള രീതിയിൽ നിങ്ങളെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യം തോന്നി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അതായത് KSL അല്ലെങ്കിൽ അധികാരികൾക്ക് എത്തിക്കുക. നാളെ ഈ ഒരു സാഹചര്യം പല ടീമുകൾക്കും വരാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ KSL മാനേജ്മെന്റ് സൈഡിലേക്ക് എത്തിച്ച് അടുത്ത വർഷങ്ങളിലും ഈ ഒരു മാറ്റങ്ങൾ വന്ന് നാളെ അടുത്ത വർഷം ചിലപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് ആവും ഫസ്റ്റ് വരിക, അല്ലെങ്കിൽ കാലിക്കറ്റ് FC ആവും, മലപ്പുറം ആവും, അല്ലെങ്കിൽ തൃശ്ശൂരാവും, പല ടീമുകളും വരാം. അപ്പോൾ അവർക്ക് ഫസ്റ്റ് എത്തിയ ടീമുകൾക്ക് ഒരു ചാൻസ് കൂടി, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ടീമുകൾക്ക് ഒരു ചാൻസ് കൂടി എന്നുള്ള രീതിയിൽ കൊടുക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന സോ ഒരു ഫുട്ബോൾ വെൽവിഷർ എന്നുള്ള രീതിയിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. സോ താങ്ക്സ് സോ മച്ച്.